ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകാൻ വേണ്ടി പോണത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. അവിടെ ഫ്രീ ആയിട്ട് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അബുഹൈൽ മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോയിൽ 2 റൂട്ടാണുള്ളത്, ഗ്രീൻ ലൈനും റെഡ് ലൈനും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഷൻ അബുഹൈൽ ഗ്രീൻ ലൈനാണ്. നമുക്ക് പോകേണ്ട എമിറേറ്റ്സ് ടവർ റെഡ് ലൈനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യൂണിയനിൽ ഇറങ്ങണം. യൂണിയൻ 20ാമത്തെയാണ്. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ക്രൗഡൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ട്രെയിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 5 മിനിറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ഇറങ്ങുന്ന സ്റ്റോപ്പ് യൂണിയനാണ്. ഇനി നമുക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം 2 റെഡ് ലൈനിലാണ്. ഇനി ഇവിടുന്ന് 3 സ്റ്റോപ്പും കൂടി ഉണ്ട്. 23ലാണ് എമിറേറ്റ്സ് ടവർ ഉള്ളത്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ എമിറേറ്റ്സ് ടവറിൽ എത്തിയിരിക്കുകയാണ്. എസ്കലേറ്ററിന് താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ലെഫ്റ്റിലോട്ട് ഒരു ബോർഡ് കാണാൻ കഴിയും. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എക്സിറ്റ് 1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് കയറി നമ്മളിങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഇരിക്കണതാണ്. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് 2 സൈഡിലും ഗ്ലാസ് വിൻഡോസ് കാണാം. അതിൽ കൂടെ നമ്മൾ വന്ന മെട്രോ ലൈനും പിന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുകളിലത്തെ വിൻഡോ കൂടെ നോക്കുമ്പോൾ നമുക്ക് ആ മ്യൂസിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ മ്യൂസിയത്തിലേക്ക് എത്താനായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്ലാസ് വിൻഡോ ഒക്കെ മാറിയിട്ട് ഒരു ഗുഹ പോലുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ പോണത്. അപ്പോൾ നമ്മളിതാ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. മെട്രോന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നേരെ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അറബിക് കാലിഗ്രഫിയിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. സോ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫ്യൂച്ചർ മ്യൂസിയം ഒരു ടോറസ് ഷേപ്പ്ഡാണ്. അതായത് ഒരു ഡൊണറ്റ് എങ്ങനെയാണോ ആ ഒരു സ്ട്രക്ചറിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സ്റ്റീരിയർ അറബിക് കാലിഗ്രഫിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത് $136 മില്യൺ ആണ്. അപ്പോൾ അത് ഫ്ലെയിം ഫിഷ് ഇവിടെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു ബലൂൺ ടൈപ്പാണ്. ഞാൻ ആദ്യം കുറേ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ സ്റ്റീലിൻ്റെ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഒരു ബലൂൺ രൂപത്തിലാണ് ഇതുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫ്ലൈ ഫിഷിൻ്റെ കണ്ണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ആ ടോറസ് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറത്തെ കാഴ്ചകൾ കാണാം. സീസൺ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾ മ്യൂസിയത്തിൻ്റെ മുകളിലോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മുന്നേ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം. ഇപ്പോൾ ഓൾറെഡി ഒക്കെ സോൾഡ് ഔട്ടാണ്. സ്റ്റെയർ ഇറങ്ങി വന്നത് നമുക്ക് ഇവിടെ ബയോലൂമിനസ് ഫ്രൂട്ട് ട്രീ പോഡ് കാണാൻ കഴിയും. അതിൻ്റെ റേറ്റ് വരെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 15,000 ദിർഹംസാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഓട്ടോമാറ്റിക് കോഫി മെഷീൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിപ്പോൾ ഒരു സെലിബ്രിറ്റി പോലെയാണ് തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ. അതിപ്പോൾ ഒരു പൊളി മൂഡിലാണ്, നല്ല ഡാൻസൊക്കെ കളിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മെനു വരുന്നത്. റോബോട്ടിക് കോഫി ബാറിൻ്റെ മെനു അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ചെയ്യണ പോലെ തന്നെയാണ് അതും ചെയ്യുന്നത്. നന്നായി ആറ്റി മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ അറബിക് കാലിഗ്രഫി എന്ന് പറയുന്നത് ദുബായ് റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോബോട്ടോക്ക് വന്നിട്ടുണ്ട്. എവരി 30 മിനിറ്റ്സ് കൂടുമ്പോഴാണ് ഇത് വരിക. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ഈ റോബോട്ടോക്കിനെ കാണാൻ വേണ്ടിയിട്ടാണ്.
അതിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്ററും പിന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇത് വർക്ക് ചെയ്യുന്നത് മോട്ടോഴ്സും സെൻസേഴ്സും പിന്നെ AI ഒക്കെ പാടെ ഇൻട്രാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ടാസ്ക് കൊടുത്താലും അത് പെർഫോം ചെയ്യാനുള്ള കാപ്പബിലിറ്റി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഡിഫൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിൻ്റെ പ്രധാന എയിം. അപ്പോൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഷെയ്ഖ് സായിദ് റോഡിൽ നിയർ ടു എമിറേറ്റ്സ് ടവറിലാണ്. മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്, പീക്കോക്ക് ഗാർഡൻ. അപ്പോൾ നിങ്ങളിവിടെ വരികയെന്നുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോകാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റൊക്കെ റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതാ അവിടെ ഫുൾ നീലയിലൊരു ബിൽഡിങ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് അതിൻ്റെ അടുത്ത് പോയി നോക്കാം. നമ്മളിത് അവിടെ എത്തി. ഇത് സാൾട്ട് ക്യാമ്പ് എന്നുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇത് മൊത്തത്തിലൊരു ക്യാമ്പ് മൂഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, മണലിൻ്റെ കളറടക്കം അവർ നീല ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാമ്പ് വൈബ് കിട്ടാൻ വേണ്ടി അവർ ഫ്രണ്ടിൽ തന്നെ ഒരു വിൻറ്റേജ് വണ്ടി നിർത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ വരുമ്പോഴുള്ള ഈ വഴി കൂടെയാണ് പീക്കോക്ക് ഗാർഡനിലേക്ക് പോവുക. ഇത്രയും ബിസി ആയിട്ടുള്ള സിറ്റിയുടെ ഇടയിൽ നിന്ന് എല്ലാവർക്കും വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ്. അവർക്ക് ഒരുപാട് നേരം കളിച്ചിരിക്കാനും. നമ്മളതിന് പോകുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് മയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് ഇടപഴകുന്നതൊക്കെ. അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാനൊക്കെ പറ്റും. കുറച്ചുകൂടി ടൈമൊക്കെ അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഇവിടെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് നേരം ആകാശത്തൊക്കെ നോക്കിയിരുന്നു. നല്ലൊരു ക്ലൗഡി സ്കൈ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.